ടു എഡിഫൈ ലേണിംഗ്. നമ്മൾ ഇന്ന് കേട്ടറ്റ് കാറ്റഗറി 2-ലെ സയൻസിന്റെ ഭാഗത്ത് പ്രകാശത്തിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോ നമ്മൾ നിത്യജീവിതമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് റിലേഷനുള്ള നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് പ്രകാശത്തിന്റെ പ്രതിഫലനം. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന വാക്കായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഫെമിലിയർ. ഒന്നുമില്ലെങ്കിൽ ദിവസം രാവിലെ എണീറ്റിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കാതെ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് കണ്ണാടിയിൽ നോക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്ന ആരും ഉണ്ടാവില്ല. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ്? കണ്ണാടി തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു പ്രതിപതനം നടക്കുന്നത്, എന്തൊക്കെ തരം പ്രതിപതനം ഉണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ തരം ദർപ്പണങ്ങളുണ്ട്, എങ്ങനെയാണ് അതിനകത്ത് ഒരു പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്. പ്രതിബിംബം എന്ന് പറയുന്ന ഇമേജ് ആണ് കേട്ടോ. എങ്ങനെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഭാഗം നമ്മൾ എന്ത് ചെയ്യും? തിയറി ഡിസ്കസ് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. എന്നിട്ട് പ്രീവിയസ് ഇയർ ആയിട്ടൊക്കെ വന്നിട്ടുള്ള കേട്ടതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് അവസാനിപ്പിക്കുക. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ്. ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിഫ്ലക്ഷനെ പറ്റിയിട്ട് പറയാം. ഞാനിവിടെ ശരിക്കും രണ്ട് ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും കൊടുത്തിട്ടുണ്ട്, രണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചില വാക്കുകൾ അങ്ങനെയാണ്, നമുക്ക് മലയാളത്തെക്കാൾ കുറച്ചുകൂടി മനസ്സിലാക്കാനും പരിചയമുള്ളതും ഇംഗ്ലീഷ് ആയിരിക്കും. രണ്ട് വാക്കുകളും കൊടുക്കുന്നുണ്ട്. നമ്മളെ എക്സാം ഒബ്വിയസ്ലി മലയാളത്തിലാണ്, എന്നാലും രണ്ട് വാക്കുകളും ഒന്നിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് കാണുമ്പോഴാണെങ്കിലും ഞാൻ പറയുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ രണ്ടും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. നമ്മൾ എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആർക്കും വിദൂരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന പരിചയമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അല്ലെ. നമ്മൾ ആദ്യം ഏത് ടോപ്പിക്കിലേക്ക് വരികയാണ്? റിഫ്ലക്ഷന്റെ ചില കാര്യങ്ങളായിട്ട് ആദ്യം പഠിച്ചു പോവാണ്. അപ്പൊ പ്രതിഫലനം എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വേറൊരു വാക്ക് കൂടിയുണ്ട്, പ്രതിപതനം എന്നുകൂടി പറയട്ടോ. പ്രതിപതനം SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രതിഫലനം എന്ന് പറയുന്ന വാക്ക് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് പ്രതിപതനം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ റിഫ്ലക്ഷൻ എന്നാണ് പറയാം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ എങ്ങനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫിനോമിനൻസ് ഉണ്ട്, ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട് അല്ലെ. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന റിഫ്ലക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫിനോമിനൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ നമുക്ക് ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്ഷൻ കാരണമാണ്. എന്റെ കയ്യിൽ ഈ ഒരു പെന്നുണ്ട്, ഈ പെന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുള്ളത് ഇവിടെ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. ഈ പെന്നിൽ എവിടെ നിന്നോ വരുന്ന ലൈറ്റ്, സണ്ണിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇവിടെ ഈ റൂമിലുള്ള ലൈറ്റിങ്ങിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ പെന്നിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് എന്റെ കണ്ണിൽ എത്തുമ്പോഴാണ് ഞാൻ അതിനെ കാണുന്നത് അല്ലെ. അപ്പോ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ കാഴ്ചയുമായിട്ടും വിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഫിനോമിനൻ തന്നെയാണ്. റെഡി? ഓക്കെ, അപ്പോ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ പ്രകാശം ഒരു ഉപരിതലത്തിൽ, ഉപരിതലം എന്ന് പറയുന്നത് സർഫസ് ആണ് കേട്ടോ. ഉപരിതലം എന്ന് തന്നെ എപ്പോഴും പറയാറില്ല, പ്രതലം എന്നും പറയാറുണ്ട്. പ്രതലത്തിൽ പതിച്ച ശേഷം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. അപ്പൊ നോക്കിയേ, നമ്മളൊരു മിറർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ദർപ്പണം ഉണ്ടെന്ന് വിചാരിക്കാം, ദർപ്പണത്തെ നമ്മൾ ഇതുപോലെയാണ് വരച്ച് കാണിക്കട്ടോ. ഒരു ലൈൻ വരച്ചിട്ട് അതിന്റെ ഭാഗത്ത് ഇപ്പൊ സമതല ദർപ്പണമാണെങ്കിൽ നമ്മൾ ഇതുപോലെ വരച്ച് കാണിക്കാം. ദർപ്പണങ്ങളുടെ തരമൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. അപ്പൊ ഒരു ദർപ്പണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സർഫസിലേക്ക്, ഇതൊരു ഉപരിതലമാണ്, ഈ ഉപരിതലത്തിലേക്ക് ഒരു ലൈറ്റ് വരുന്നു. ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ തട്ടിക്കഴിഞ്ഞാൽ ആ ലൈറ്റ് തിരിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും. ഈ പ്രതിഭാസത്തെ ആണെങ്കിൽ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപതനം എന്ന് വിളിക്കുക. അപ്പൊ അത്രയേ വളരെ സിമ്പിൾ ആണ്. അതിന് മിറർ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതൊരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഞാൻ പറഞ്ഞു ഈ പെൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എന്തുകൊണ്ടാ? ഈ പെന്നിന്റെ സർഫസിൽ റിഫ്ലക്ഷൻ നടക്കുന്നതുകൊണ്ടാ. അപ്പൊ എവറി ഒബ്ജക്ട് ലൈറ്റ്, അവിടെ ലൈറ്റ് ഉണ്ടോ അവിടെ എന്തുണ്ടാവും? റിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ പ്രതിപതനം ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഈ പ്രതിപതനത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. എങ്ങനെയാണ് ഈ പ്രതിപതനം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലെ. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ലൈറ്റ് ഒരു സ്ഥലത്ത് തട്ടി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നുള്ളത് നമുക്ക് ലോജിക്കായിട്ട് ആലോചിച്ചാൽ തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ആസ് എ ടീച്ചർ നമുക്ക് നല്ല ധാരണ ഉണ്ടാവും ലൈറ്റിനെ പറ്റിയൊക്കെ. അപ്പൊ അതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. അത് പഠിക്കുമ്പോഴാണ് നമ്മൾ ശാസ്ത്ര വിദ്യാർത്ഥികളാവുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും എക്സാമിനേഷൻ ഒക്കെ വരുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ പിന്നിലുള്ള സയൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുമ്പോഴാണ്. കുറെ ടേംസ് ഉണ്ടാവും, കുറെ വാക്കുകൾ ഉണ്ടാവും, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. അത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഈ പ്രതലത്തിലേക്ക് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പതനരശ്മി എന്ന് പറയും. പതനരശ്മി അല്ലെ. നമ്മൾ ഒരിക്കലും അതിനെ പതനരശ്മി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറില്ല. പക്ഷെ പ്രതിപതനം നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ അതിന് പിന്നിലുള്ള ഒരു സയൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശം. ഓക്കെ, ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു ടോപ്പിക് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, റൈറ്റ്.
അപ്പോ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. നോക്കി, ഈ ഒരു മിററിൽ നോക്കുന്ന ഒരാള് നിങ്ങളെ ഇമാജിൻ ചെയ്യുക, മിററിൽ നോക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നു. എന്തുകൊണ്ടാ? നിങ്ങളെ കണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ആ മിററിൽ തട്ടുന്നു, തിരിച്ച് നിങ്ങളെ കണ്ണിലേക്ക് വരുന്നു, അല്ലെ? അപ്പൊ അവിടെ ഒരു പതന രശ്മി ഉണ്ട്, തിരിച്ചു വരുന്ന രശ്മി ഉണ്ട്, രണ്ടും കൂടി കൂടുന്ന പ്രോസസ് ആണ് ഈ ഒരു പ്രതിഭാസമാണ് പ്രതിപതനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കണ്ണാടിയിൽ മുഖം നോക്കുന്നത് ഒരു ഉദാഹരണമാണ്. കണ്ണാടിയിൽ നോക്കുന്നത് മാത്രമല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ പ്രതിപതനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ വെള്ളത്തിൽ, നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റീൽ പാത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഖം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ പ്രതിപാദനത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോ കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള ചില പദങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. പ്രതിപദനവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട, ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു 5 പദങ്ങളുണ്ട്. ആ 5 പദങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നോക്കിയേ, ഇതൊരു പ്രതലമാണ്. മിറർ തന്നെയാണെന്ന് ഒരു നിർബന്ധമില്ല, ഏതോ ഒരു പ്രതലമാണ്. ഞാനൊരു മിറർ പോലെ തൽക്കാലം അതിനെ ഇമാജിൻ ചെയ്തു, അതിനെ സങ്കല്പിച്ചു. ഒരു മിറർ ആണെന്ന് വിചാരിച്ചു. ആ മിററിന്റെ ലംബമായിട്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ, 90 ഡിഗ്രിയിൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻ, അത് ഒരു സാങ്കല്പിക വര ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ട് കാണിച്ചത്. അത് ശരിക്കുള്ളതല്ല. നമ്മളൊരു മിററിന്റെ മുകളിൽ എന്ത് ചെയ്യില്ല, ഇതുപോലെ ഒരു ലൈൻ കാണില്ല, ഉണ്ടോ? ഇല്ല. അപ്പോ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആയിരിക്കണം എന്ത്, അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. ആ ഒരു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലംബം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ നോർമൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. നോർമൽ അഥവാ ലംബം. ഓക്കെ, അപ്പൊ ഇതിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലംബരേഖ നോർമൽ എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം, മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് കാണാം. എന്താണ് ലംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതലത്തിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട് വരയ്ക്കുന്ന, ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറിന്റെ മലയാളം ആട്ടോ ലംബം എന്ന് പറയുന്നത്, ലംബമായിട്ട് വരയ്ക്കുന്ന ഈ ഒരു സാങ്കല്പിക രേഖയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോർമൽ എന്ന് വിളിക്കുക. റെഡി? ഓക്കെ, അപ്പൊ നോക്കിയേ, മിറർ ഇങ്ങനെയാന്ന് വിചാരിക്കാം, നമ്മുടെ പ്രതലം ഇങ്ങനെയാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലംബം എങ്ങനെയായിരിക്കും? അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരയ്ക്കുക, ഇതുപോലെ 90 ഡിഗ്രി ഇങ്ങനെ വേണം വരയ്ക്കാൻ. റെഡി? ഓക്കെ, ഇനി പ്രതലം ഇങ്ങനെ തല കീഴായിട്ട് വെച്ചിട്ടുണ്ട്, അപ്പൊ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത് താഴേക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടത്. അപ്പൊ ഏതാണോ പ്രതലം ആ പ്രതലത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത്, ഈ ലംബരേഖ എന്ന് പറയുന്നത്. അടുത്തത്, ഇതിലേക്ക് ഈ മിറർ ഇവിടെ ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഓക്കെ, വേറെ കളർ ഉപയോഗിക്കണില്ല, ബ്ലാക്ക് മഞ്ഞ കാണുന്നില്ലേ? ഇമേജിന്റെ ഒരു മിനിറ്റടാ, ഇതില്ലേ? ഓക്കെ, ഓക്കെ ഓക്കെ, അതല്ല, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ഏത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞാൽ പറ്റും. ഈ മിറർ നിങ്ങൾ നോക്കുന്ന സമയത്ത്, ഈ ഒരു മിറർ നോക്കുന്ന സമയത്ത് ഇതിലേക്ക് എന്ത് വരണം? ലൈറ്റ് വരണം, അല്ലെ? ലൈറ്റ് വന്നാലേ അത് എന്ത് ചെയ്യുള്ളൂ, തിരിച്ചു പോരുള്ളൂ. മിററിന് അകത്തേക്ക് ലൈറ്റിന് കയറാൻ പറ്റും? ഒരിക്കലും ഇല്ല. കാരണം മിററിന്റെ ഒരു ഭാഗം എന്താണ്, ഒപ്പാക്കാം. മിറർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ഭാഗം ഒന്നെങ്കിൽ സിൽവർ കളർ ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലൂ കളറിൽ ഒരു പെയിന്റ് പോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് കാണാം. അപ്പൊ മിററിന് അകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈറ്റിന് കയറാൻ പറ്റില്ല. പിന്നെ ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അവിടെ തട്ടിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരാം, അല്ലെ? അപ്പൊ നിങ്ങൾക്കൊക്കെ ശരിക്കും വീട്ടിലൊക്കെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ് ഒക്കെ നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഇരുട്ട് മുറിയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഇരുട്ടുള്ള ഒരു മുറിയിൽ പോയിട്ട് നിങ്ങളൊരു മിറർ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നു, എന്നിട്ട് നിങ്ങളെ കയ്യിൽ ടോർച്ച് ഉണ്ടെങ്കിൽ ആ ടോർച്ച് എടുത്തിട്ട് ഈ മിററിലേക്ക് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈറ്റ് തിരിച്ചു വരുന്ന പോലെ കാണാൻ വേണ്ടി പറ്റും, അല്ലെ? അത് നിങ്ങൾക്ക് പല ആംഗിളിൽ വെച്ചിട്ട് പല രീതിയിൽ പല സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാം. അതൊക്കെ രസകരമായിട്ട് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രസകരമായിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് ആണ് റിഫ്ലക്ഷന്റെ ഒക്കെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് ലൈറ്റ് വരുന്നുണ്ടല്ലോ, ഈ വരുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുക പതനരശ്മി എന്നാട്ടോ. ഈ വരുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുക പതനരശ്മി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിനെ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഈ പതനരശ്മി എന്നല്ല, ചില സമയത്ത് നമ്മൾ അതിനെ ആഗമകിരണം എന്നും പറയാറുണ്ട്. പതനരശ്മി അല്ലെങ്കിൽ ആഗമകിരണം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഈ ഇൻസിഡന്റ് റേ തന്നെയാണ്. അപ്പൊ കുറച്ചുകൂടി കംഫർട്ട് എനിക്ക് തോന്നുന്നു ഇൻസിഡന്റ് റേ എന്ന് പറയാനായിരിക്കും, അല്ലെ? നമ്മൾ 10ാം ക്ലാസ്സിന് ശേഷം ഇംഗ്ലീഷിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് കുറച്ചുകൂടി കംഫർട്ട് ഇംഗ്ലീഷ് ടേംസ് ആയിരിക്കും. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല, നമ്മൾ അതിനെ മലയാളം ടേം അറിഞ്ഞേ പറ്റും. ഓക്കെ, ആഗമകിരണം അല്ലെങ്കിൽ പതനരശ്മി എന്ന് പറയുന്നത് വരുന്ന രശ്മിയാണെന്ന് അറിഞ്ഞു വെക്കാം. പതനരശ്മി കേട്ടോ, പതനരശ്മി. ഇനി അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തിരിച്ചു പോകുന്ന രശ്മി ഉണ്ടല്ലോ, ആരോ മാർക്ക് നോക്കിയാൽ മതി. ഈ വരുന്ന ലൈറ്റിനെ നമ്മൾ ആഗമരശ്മി അല്ലെങ്കിൽ പതനരശ്മി എന്ന് പറഞ്ഞെങ്കിൽ തട്ടിക്കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ലൈറ്റ് ഇല്ലേ, അതിനെ നമ്മൾ എന്താ വിളിക്കുക,
പ്രതിപതന രശ്മി അല്ലെങ്കിൽ പ്രതിഫലന കിരണം എന്നും പറയാറുണ്ട്. പ്രതിപതിച്ചു പോകുന്ന രശ്മി അല്ലെങ്കിൽ പ്രതിഫലന കിരണം എന്നും പറയാറുണ്ട്. ഓക്കെ, റിഫ്ലക്റ്റഡ് റേ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പൊ 3 വാക്കുകളായി. ഇനി അടുത്ത് നോക്ക്, ഈ പതനരശ്മിയും നോർമൽ അഥവാ ലംബവുമായിട്ടുണ്ടാക്കുന്ന ഒരു കോണുണ്ട്. പതനരശ്മിയും നോർമലുമായിട്ടുണ്ടാക്കുന്ന ഈ കോണിനെ നമ്മൾ ഐ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതിനെ നമ്മൾ വിളിക്കും പതന കോൺ. എന്താ വിളിക്കുക? പതന കോൺ. റെഡി? അതേപോലെ തിരിച്ചു പോകുന്ന വിട്ടുപോകുന്ന രശ്മി ഉണ്ടല്ലോ, അത് നോർമലുമായിട്ട് നമ്മുടെ ലംബമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കോൺ ഉണ്ട്. അതിന് നമ്മൾ പ്രതിപതന രശ്മി എന്നാണ് വിളിക്കുക. അതിന് നമ്മൾ പ്രതിഫലന കോൺ എന്ന് വിളിക്കും. പ്രതിഫലന കോൺ എന്ന് വിളിക്കും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന് ആർ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഐ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ആർ എന്താണെന്ന് മനസ്സിലായി. ഈ ഐയും ആറും ഈ പറഞ്ഞിരിക്കുന്ന 5 പേരുണ്ടല്ലോ, ഈ 5 പേരും തമ്മിലുള്ള റിലേഷൻ, ഇവർ തമ്മിലൊരു ബന്ധമുണ്ട് എങ്കിൽ മാത്രമേ അവിടെ റിഫ്ലക്ഷൻ നടന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏതൊരു റിഫ്ലക്ഷൻ നടക്കുമ്പോഴും, ഏതൊരു റിഫ്ലക്ഷൻ പ്രോസസ് നടക്കുമ്പോഴും അവിടെ ഈ ഒരു റിഫ്ലക്ഷന്റെ നിയമം അഥവാ പ്രതിഫലനത്തിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്രതിഫലന നിയമം, എന്താണ് പ്രതിപതന നിയമം എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രതിഫലന നിയമത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം, നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഇതാ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നുകൂടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ പതനരശ്മി. ഓക്കെ, നമ്മുടെ പതനരശ്മി എന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ പതനരശ്മി. വരുന്ന ലൈറ്റ് ആരോ മാർക്ക് നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. പോകുന്ന രശ്മി ഉണ്ടല്ലോ, അത് നമ്മൾ റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന രശ്മി എന്നാണെന്ന് പറഞ്ഞു. പ്രതിപതന രശ്മി. ഓക്കെ, ഈ വരുന്ന ഈ ഒരു നടുവിലൂടെ വരയ്ക്കുന്ന ലൈൻ നമ്മൾ എന്താ വിളിച്ചത്? ലംബം എന്നാണ് വിളിച്ചത് അല്ലെ? ഓക്കെ, പിന്നെ ആറിന് നമ്മൾ പതന കോൺ, ഇത് പതന കോണും പതന കോൺ, അതുപോലെ തന്നെ ഇത് പ്രതിപതന കോൺ. ഇതൊക്കെ ഒന്ന് വരച്ചു പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വരച്ചു പഠിച്ച് നമ്മൾ അവിടെ ഓർത്ത് വെക്കും, മറന്നുപോയില്ല. ഇത് വെറുതെ വാക്കുകൾ ഇങ്ങനെ ഓർത്ത് വെക്കാതെ കേട്ടു പോകാതെ നമ്മളിത് വരച്ചു നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും മറന്നുപോയില്ല. അപ്പൊ ഇത് പ്രതിപതന കോൺ. ഇനി എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നതെന്ന് അറിയോ? എന്താണ് പ്രതിപതനത്തിന്റെ നിയമം എന്ന് നിങ്ങൾക്ക് അറിയാം? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച ഓർമ്മ ചിലർക്കെങ്കിലും ഉണ്ടാവും. ഈ ഐയും ആറും ഉണ്ടല്ലോ, ഈ ഐ എന്ന് പറയുന്ന കോണും ഈ ആർ എന്ന് പറയുന്ന കോണും, ഐയും ആറും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കണം എന്നുള്ളതാണ്. റെഡി? പതന കോണും പ്രതിപതന കോണും എന്ന് വെച്ചാൽ ഈ ഐ എന്ന് പറയുന്ന കോണും ഈ ആർ എന്ന് പറയുന്ന കോണും ഈക്വൽ ആയിട്ട് വരണം. അപ്പോഴേ അവിടെ എന്ത് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ, റിഫ്ലക്ഷൻ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമ്മളാക്കണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തോളും? ആയിക്കോളും. റെഡി? അപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇതിപ്പോ 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. എന്റെ കയ്യിൽ ടോർച്ച് ഉണ്ട്, ഒരു ടോർച്ച് ഉണ്ട്. ഈ ടോർച്ചിൽ നിന്ന് വരുന്ന രശ്മിയാണ് എന്ത്? നമ്മുടെ ഈ പതന രശ്മി എന്ന് പറയുന്നത്. ടോർച്ചിൽ നിന്ന് മിററിലേക്കാണ് ഞാൻ ലൈറ്റ് അടിക്കുന്നത്. കാണാലോ, ഇതൊരു ടോർച്ചാണ്. ടോർച്ചിൽ നിന്ന് മിററിലേക്ക് ലൈറ്റ് അടിക്കുന്നു. ആ ലൈറ്റ് ഇങ്ങനെ വന്നു, ഇവിടെ നോർമലിന്റെ അടിഭാഗത്ത് വന്ന് മുട്ടി. അവിടെ നിൽക്കോ? ഇല്ല, അത് തിരിച്ചു വരും. അത് തിരിച്ചു വരുമ്പോ ആ മിററിന്റെ ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ചിന്റെ ലൈറ്റ് നമുക്ക് എന്ത് വിളിക്കാം? പ്രതിപതന രശ്മി എന്ന് വിളിക്കാം. ഇനി എത്ര ആംഗിളിലാണോ നിങ്ങൾ ടോർച്ച് അടിച്ചത്, അതേ ആംഗിൾ ആയിരിക്കും എന്ത്? അപ്പുറത്ത് ആറായിട്ടുണ്ടാവുക. അപ്പൊ ഐയും ആറും എന്താണെടാ? ഈക്വൽ ആണ്. ഐയും ആറും എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഐയും ആറും ഈക്വൽ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാം, അങ്ങനെയാണെങ്കിൽ ഈ നോർമലിലൂടെ ഇതിലൂടെ നോർമലിലുണ്ടല്ലോ, ഈ പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്ന നമ്മൾ ഈ നോർമൽ എന്ന് പറയുന്ന ഈ സംഭവം, ഈ ലംബത്തിലൂടെ ലൈറ്റ് വന്നാലോ? ഒരു പ്രശ്നം വേണ്ട. ഈ ലംബത്തിലൂടെ ലൈറ്റ് വരുമ്പോ ആംഗിൾ എത്രയാ? ഐ എത്രയാ? അല്ലെ, ലംബത്തിലൂടെയാണ് വരുന്നതെങ്കിൽ ഐന്റെ വാല്യൂ 0 അല്ലേ? അപ്പൊ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ വന്ന് ലൈറ്റ് വന്ന് ഇടിക്കൂലേ? നമ്മൾ ഇംഗ്ലീഷിൽ നോർമൽ ഇൻസിഡൻസ് എന്നൊക്കെ വിളിക്കുക. അത്ര ഇതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഓർത്തു വെക്കുക. അപ്പൊ ഈ ഒരു ചിത്രം ഇപ്പൊ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 30 ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ 45 ഡിഗ്രി ആയിട്ട് ഐ സെറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ 45 ഡിഗ്രി ആയിട്ട് എടുത്തു. പതന കോൺ 45 ഡിഗ്രി ആയിട്ട് എടുത്തു. അങ്ങനെയാണെന്ന് വെച്ചാൽ പ്രതിപതന കോൺ എന്തായിരിക്കും? 45 ഡിഗ്രി തന്നെയായിരിക്കും. ഐയും ആറും ഈക്വൽ അല്ലേ? അതാണ് നമ്മളെ കോൺസെപ്റ്റ്. റെഡി? ഇനി ഐന്റെ വാല്യൂ ഞാൻ 60 ആക്കി. അപ്പൊ ആറിന്റെ വാല്യൂ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് ഒരു എക്സാമിനേഷൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ഒരു മിററിലേക്ക് ലൈറ്റ് വന്നുണ്ടാക്കുന്ന പതന കോൺ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്?
42 ഡിഗ്രി. ഒരു സംശയം വേണ്ട, ഐയും ആറും എന്താണ്? ഈക്വൽ ആണ്. കിട്ടിയേ? കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. അതും കൂടി പറഞ്ഞിട്ട് ഞാനത് സൈഡ് കാണിക്കാം. നോക്കിയേ, ഈ 3 ലൈൻസ് ഏതൊക്കെയാ? ഇൻസിഡന്റ് റേ, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേ, നോർമൽ. ഈ 3 ഉണ്ടല്ലോ, ഏതൊക്കെയാ? ഒന്നുകൂടെ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, അതുപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ അഥവാ നോർമൽ എന്ന് പറയുന്ന 3 എണ്ണവും, പതനരശ്മിയും പ്രതിപതനരശ്മിയും ലംബവും, ഇവര് 3 പേരും ഒരേ പ്രതലത്തിലായിരിക്കണം. അപ്പൊ ഞാൻ ഈ ബോർഡിന് മുകളിലൂടെയാണ് ടോർച്ച് അടിക്കുന്നത് വിചാരിച്ചു. ഈ ബോർഡ് ഇപ്പൊ ഇത് ടോർച്ച് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഈ ബോർഡിന്റെ മുകളിൽ ഈ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ, ഈ ബോർഡിന്റെ മുകളിൽ വെച്ചിട്ട് ഈ ടോർച്ച് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ വരും. ഈ ഒരു ബോർഡിന്റെ മുകളിൽ കൂടെ ലൈറ്റ് വരുന്നു, ഈ ബോർഡിന്റെ മുകളിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു? ലൈറ്റ് തിരിച്ചു പോകുന്നു. അതേ ബോർഡിൽ തന്നെ വേണം ഞാൻ നോർമൽ വരയ്ക്കാൻ. എന്ന് വെച്ചാൽ ഒരു പ്ലെയിനിലായിരിക്കണം, ഒരു പ്രതലത്തിലായിരിക്കണം. ആര്? നമ്മൾ ഈ പറയുന്ന 3 ആൾക്കാരും, പതനരശ്മി, പ്രതിപതനരശ്മി, ലംബം എന്ന് പറയുന്നത് 3 പേരും ഒരേ തലത്തിലായിരിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് കാണാം, നോക്കിക്കോളാം. ഇതിന്റെ ഒരു ഫിഗർ ആണേ, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രതിഫലന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓർത്തു വെക്കേണ്ടത്. പ്രതിപതന നിയമങ്ങൾ എന്ന് പറയട്ടോ, പ്രതിപതന നിയമം എന്നും പറയും, പ്രതിഫലന നിയമം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വീണ്ടും ആ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, ഓർത്തു വെക്കാം. നമുക്ക് തിരിച്ച് വീണ്ടും ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പ്രൊട്രാക്ടറിന്റെ, നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ കോണൊക്കെ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് ഈ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു ലേസർ ലൈറ്റ് കാണാം, അതൊരു ലേസർ ലൈറ്റ് ആണ്. ഈ ലേസറിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഇവിടെ ഏകദേശം ഒരു 40 പോയിന്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. 40 ഡിഗ്രിയിലാണ് ഈ പോയിന്റർ ഉള്ളത്. ഈ ലേസർ ലൈറ്റിന് ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഇവിടെ ഒരു മിറർ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മിററിൽ ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. തിരിച്ചു വരുന്ന ലൈറ്റിന് ഇവിടെ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കി, ഈ രണ്ടാമത്തെ തിരിച്ചു വരുന്ന ലൈറ്റിന്റെ ഭാഗത്തുള്ള പോയിന്ററും കിടക്കുന്ന എവിടെയാ? 40 തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഐയും ആറും ഈക്വൽ അല്ലേ? ഐ ആണെങ്കിൽ ഇതാണ് ഐ, ഇവിടെ ഇതാണ് ആർ എന്ന് പറയുന്നത്. ഐയും ആറും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് അവിടെ കോൺസെപ്റ്റ് ഈസി ആയിട്ട് മനസ്സിലായി. റെഡി? ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതൊന്ന് മനസ്സിന്ന് പതിച്ചു വെക്കണം, മറന്നു പോകാനേ പാടില്ല. ഓക്കെ, ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള റിഫ്ലക്ഷൻസ് എല്ലാം ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ഓർത്തു വെക്കുക. റൈറ്റ്? ഓക്കെ ആണല്ലോ? യെസ്, നിയമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രതിഫലനത്തിന്റെ തരത്തിലേക്കാണ് നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്. പലതരം പ്രതിഫലനങ്ങളുണ്ട്. എല്ലാ റിഫ്ലക്ഷനും ഒരുപോലെയല്ല. ചില സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കണ്ണാടിയിൽ നോക്കുന്നത് നിങ്ങൾ ആലോചിക്കാം. നിങ്ങളൊരു മിററിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങളെപ്പോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, എന്ത് മിറർ വേണം എന്നില്ല റിഫ്ലക്ഷൻ നടക്കാൻ. ദർപ്പണത്തിന്റെ ആവശ്യമില്ല റിഫ്ലക്ഷൻ നടക്കാൻ. എല്ലാ പ്രതലത്തിലും എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ നടക്കും. പക്ഷെ വേറൊരു പ്രതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം നമ്മൾ അത്ര വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കാണണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് നമ്മളെ രൂപം ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല അല്ലെ? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളത്തിന്റെ കേസ് എടുക്കാം. വെള്ളം നല്ല തെളിഞ്ഞിരിക്കുന്ന വെള്ളം, ഒരു തടാകത്തിൽ അല്ലെങ്കിൽ പോണ്ടിൽ അല്ലെങ്കിൽ റിവറിൽ നല്ല തെളിഞ്ഞിരിക്കുന്ന അനങ്ങാതിരിക്കുന്ന വെള്ളം, ഒരു സ്വിമ്മിംഗ് പൂൾ ആയിക്കോട്ടെ, ഒരു സ്വിമ്മിംഗ് പൂളിൽ അനങ്ങാതിരിക്കുന്ന വെള്ളം, അതിനകത്ത് നമ്മൾ നോക്കുന്നു, നമ്മളെ മുഖം വളരെ ഭംഗിയായിട്ട് കണ്ണാടിയിൽ ഉള്ളതുപോലെ കാണുന്നു. അനങ്ങാതിരിക്കുന്ന മിനുസമായിട്ടുള്ള പ്രതലമാണ് അവിടെ അല്ലെ? മുൾഭാഗം എല്ലാം സമതലമാണ്. ഒരു സമതല ദർപ്പണം പോലെ ആക്ട് ചെയ്യും? നമ്മുടെ വെള്ളം ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു വെള്ളത്തിന്റെ സർഫസ് ആണെന്ന് വിചാരിച്ചു, വെള്ളമാണെന്ന് വിചാരിച്ചു, ഈ കാണുന്ന വെള്ളമാണെന്ന് വിചാരിച്ചു. ഓക്കെ, വെള്ളത്തിന്റെ മുൾഭാഗം അനങ്ങാതിരിക്കുകയാണ്, വെള്ളമാണ്. അപ്പൊ അതിലേക്ക് നോക്ക്, ഇതുപോലെ പതനരശ്മികൾ വരുന്നു. ഈ ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്ന പതനരശ്മിയാണ്. ആ പതനരശ്മി ഈ ഒരു വെള്ളത്തിന്റെ സമതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്നു. എന്തെങ്കിലും പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താ? വരുന്ന പതനരശ്മികളെല്ലാം പാരലാണ്, സമാന്തരമാണ്. തിരിച്ചു പോകുന്ന പ്രതിപതനരശ്മികളെല്ലാം നോക്കും, അതും സമാന്തരമാണ്. അപ്പൊ ഒരു റെഗുലാരിറ്റി ഇല്ലേ അല്ലെ? ഒരു ഓർഡർ ഇല്ലേ? ആ ഓർഡർ ഉള്ളത് കൊണ്ട് ഇത്തരം റിഫ്ലക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുതാര്യ പ്രതിഫലനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പേരിൽ തന്നെ ഉണ്ടാ, റെഗുലർ. ഓക്കെ, ഇടാന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ചിലപ്പോൾ എന്നെക്കാളൊക്കെ പ്രായം കൂടിയ ആൾക്കാരുണ്ടാവും, ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ. അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഓളത്തിൽ പറഞ്ഞു പോകുന്നതാണ്. കുട്ടികളെയൊക്കെ കൂടുതലായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു എന്താ പറയാ മിസ്ബിഹേവിയർ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു ഓളത്തിൽ വിളിച്ച് പറയുന്നതാണ്, ക്ഷമിക്കുക. അപ്പൊ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളുന്ന ഇടയ്ക്ക് കയറി വരുന്നു. സോറി. ഓക്കെ, റെഗുലർ റിഫ്ലക്ഷൻ, സുതാര്യമായിട്ടുള്ള പ്രതിഫലനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ അതിനെ പറയുന്നത്. അത് എവിടെ ഉണ്ടാവുക? മിനുസമുള്ള തലങ്ങളിലാണ് ഈ റെഗുലർ റിഫ്ലക്ഷൻ ഉണ്ടാവുക എന്ന് ഓർത്തു വെക്കാം. മിനുസമുള്ള തലങ്ങൾ, കണ്ണാടി പോലെയുള്ള മിനുസമുള്ള തലങ്ങളിലാണ് റെഗുലർ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു തരം റിഫ്ലക്ഷൻ പഠിക്കാം. രണ്ട് തരം നമുക്ക് പഠിക്കാനുണ്ട്.
നോക്കി നേരത്തെ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാൻ നേരത്തെ അനങ്ങാതെ നിന്ന കുളയിലെ ആ ഒരു തടാകത്തിലേക്ക് അല്ലെങ്കിൽ അനങ്ങാതെ നിന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് അങ്ങിട്ടു. എന്താ അവസ്ഥ? പിക്ചർ മാറി അല്ലെ? ആ വെള്ളത്തിന്റെ മോൾഭാഗം ഇതുപോലെ എന്ത് ചെയ്യും? ഇതേപോലെ റാൻഡം ആവാൻ തുടങ്ങും. ഒരു വേവി ഷേപ്പോ കാണാന്ന് വിചാരിക്കുന്നു. അപ്പോ അതിലേക്ക് നോക്ക്, ലൈറ്റ് വരുന്നുണ്ട്. വരുന്ന സമയത്ത് ലൈറ്റിന് അറിയില്ല അത് എന്താ പറയാ കൃത്യമായിട്ട് നിൽക്കുന്ന വെള്ളമാണോ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞൊളിഞ്ഞു പോകുന്ന വെള്ളമാണോ എന്നുള്ള അറിയില്ല. അപ്പൊ ലൈറ്റ് വരുന്നു, വന്ന ലൈറ്റ് അതുപോലെയല്ല തിരിച്ചു പോകുന്നത്. നേരത്തെ തിരിച്ചു പോയ പോലെയാണോ? അല്ല. വന്ന ലൈറ്റ് ഓക്കെ, വരുന്ന ലൈറ്റ് ഇതാ ഇതുപോലെ വരുന്നുണ്ട്, അതും ഓക്കെ, പാരലൽ ആയിട്ട് വരുന്നു, സമാന്തരമായിട്ട് വരുന്നു. പക്ഷെ തിരിച്ചു പോകുന്ന നമുക്ക് ഒരു ഓർഡർ ഇല്ല. കുറച്ച് അങ്ങോട്ട് പോയി, കുറച്ച് ഇങ്ങോട്ട് പോയി, എന്തൊക്കെയോ ഒരു രീതിയിലാണ് പോകുന്നത് അല്ലെ? റിഫ്ലക്റ്റഡ് റേക്ക് ഒരു ഓർഡർ ഇല്ല. അപ്പൊ അവിടെ റെഗുലാരിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ റിഫ്ലക്ഷൻ നമ്മൾ വിളിക്കും ഇറഗുലർ റിഫ്ലക്ഷൻ. കുറച്ച് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പല പേരുകളുണ്ടോ ഇതിന്? പല സ്ഥലങ്ങളിൽ നമ്മൾ പല പേരാണ് കാണുക. നമ്മൾ ഇതിന് ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് വിളിക്കും. വേറൊരു പേരാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഡിഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചെതറിപ്പോവുക. അല്ലെങ്കിൽ സ്കാറ്റേർഡ് എന്ന് പറയും. സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയാ. മലയാളത്തിലാണെങ്കിൽ അതിന് അധാര്യമായിട്ടുള്ള പ്രതിഫലനം അല്ലെങ്കിൽ ചിതറിയ പ്രതിഫലനം എന്ന് പറയാറുണ്ട്. ഓക്കെ, പേരുകളെല്ലാം ഓർത്ത് വെക്കുക. ഓക്കെ, ഇംഗ്ലീഷ് ടെർമിനോളജി നമ്മൾ പാടെ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല, അതും പഠിച്ചു വെക്കണം. അപ്പൊ അത് എങ്ങനത്തെ സർഫസിലാണ് ഉണ്ടാവുക? കണ്ണാടി പോലെയുള്ള മിനുസമുള്ള സർഫസിലാണോ? ഒരിക്കലും അല്ല. ഇവിടെ കരടായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് റഫായിട്ടുള്ള പരുക്കനായിട്ടുള്ള ഉപരിതലം അല്ലെ? റഫ് എന്ന് പറഞ്ഞാൽ പരുക്കനായ ഉപരിതലത്തിലാണ് എന്ത് സംഭവിക്കുക? ഈ ഒരു അസുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ചിതറിയിട്ടുള്ള പ്രതിഫലനം ഉണ്ടാവുക എന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ കിരണങ്ങൾ പരദിശയിലേക്കാണ് ചിതറുന്നതെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? അസുതാര്യമായിട്ടുള്ള പ്രതിഫലനം. അപ്പൊ ഇവിടെ ഇമേജ് ഫോം ചെയ്യോ? ക്ലിയർ ഇമേജ് ഉണ്ടാവോ? നോ ക്ലിയർ ഇമേജ് അല്ലെ? ക്ലിയർ ഇമേജ് ഉണ്ടാവില്ല, നോ ക്ലിയർ ഇമേജ് ആണ്. കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. നേരത്തെ നമുക്ക് ക്ലിയർ ഇമേജ് ഉണ്ടായിരുന്നു, ഇപ്പൊ ക്ലിയർ ഇമേജ് ഇല്ല. റെഡി? ഓക്കെ, നമ്മൾ അടുത്ത അതിലേക്ക് വരുവാണ്. ഇനി മിററിന്റെ തരങ്ങൾ. പലതരം മിററുകൾ ഉണ്ട്. എല്ലാ മിററും ഒരുപോലെയാണോ? അല്ല. നിങ്ങൾ ഈ പ്ലാനറ്റോറിയത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പല മിററിന്റെ ഒരു റൂം തന്നെയുണ്ട്. പോയ ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുട്ടികളെ കൊണ്ടൊക്കെ പലതവണ പ്ലാനറ്റോറിയത്തിൽ പോയിട്ടുണ്ടാവും. മിററിനായിട്ട് റൂം തന്നെയുണ്ട്. അവിടെ പല വെറൈറ്റി ഓഫ് മിറേഴ്സ് കാണാൻ പറ്റും അല്ലെ? അപ്പോ നമുക്ക് പ്രധാനമായിട്ടും 3 തരം മിററുകളെ പറ്റിയാണ് നമ്മളെ സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. ഈ 3 തരം മിററിന് പല രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് പല മാജിക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം മിറർ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തത് പ്ലെയിൻ മിറർ ആണ്. സമതല ദർപ്പണം എന്നാണ് നമ്മളതിനെ പറയാം. ഉപരിതലം എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് സമതല ദർപ്പണം എന്ന് ഉപയോഗിച്ചാൽ മതി. ഉപരിതലം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട. സമതല ദർപ്പണം, പ്ലെയിൻ മിറർ. ഓക്കെ, അപ്പൊ നോക്കിയൊരു പ്ലെയിൻ മിററിന്റെ കേസ് നമ്മൾ വരയ്ക്കുക എങ്ങനെയാണെന്ന് അറിയാം? ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ച് ഇതുപോലെ കുറച്ച് ഒരു ഭാഗം ഷെയ്ഡ് ചെയ്ത് വെക്കും. ഒരു ഭാഗം മിനുസമാണ്, സ്മൂത്ത് ആണ്, മറ്റേ ഭാഗം റഫാണ് എന്ന് കാണിക്കാനാണ് ഈ ഒരു ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്ന റഫ് ആണെന്ന് കാണിക്കാനാണ്. അടുത്ത രണ്ടാമത്താണ് കോൺകേവ് മിറർ. അതിന് നമ്മൾ മലയാളത്തിൽ കോൺകേവ് ദർപ്പണം എന്നാണ് പറയുക. കോൺകേവ് ദർപ്പണം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, കോൺകേവ് ദർപ്പണം. ആ പേര് തന്നെ ഉണ്ട്, കേവ്. കേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുഹ എന്നുള്ള അർത്ഥമല്ലേ? അപ്പൊ ഇതുപോലെ ഗുഹ പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു. ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം സ്മൂത്ത് ആയിരിക്കും, മിനുസമുള്ളതായിരിക്കും, മറ്റേ ഭാഗം റഫ് ആയിരിക്കും. അങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോൺകേവ് ദർപ്പണം എന്ന് വിളിക്കുന്നത്. റെഡിയാണേ? കോൺകേവ് ദർപ്പണം. ദെൻ മൂന്നാമത്തതാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. കോൺവെക്സ്. എന്താ കോൺവെക്സിന്റെ പ്രത്യേകത? വെക്സ് ഷേപ്ഡ് ആണ്, എന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളിയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, കോൺവേവിന്റെ നേരെ ഓപ്പോസിറ്റ് കോൺവെക്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഉൾഭാഗത്ത് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തായിരിക്കും റഫ്, പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗം എന്തായിരിക്കും? സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്ക്, ഇതാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. കോൺവെക്സ് ദർപ്പണം. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? റെഡി? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. 3 തരം ദർപ്പണങ്ങളുണ്ട്. ഇതില് ഈ ഒരു ദർപ്പണം, സമതല ദർപ്പണമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് കോൺകേവിനെയും കോൺവെക്സിനെയും നമ്മൾ കോമൺ ആയിട്ട് പറയുക ഗോളീയ ദർപ്പണങ്ങൾ എന്നാണ്. അത് നമുക്ക് പിന്നീട് അടുത്തൊരു പാർട്ടിലായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. റെഡി? അതിലേക്ക് നമ്മൾ പിന്നീട് വരും. അപ്പൊ ആദ്യം നമുക്ക് ഈ സമതല ദർപ്പണത്തെ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം. അതിനു മുന്നേ ഈ ഒരു മിററുകളുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. പല മിററുകൾക്കും പല ഉപയോഗം. എല്ലാ മിററുകൾക്കും ഒരേ ഉപയോഗമാണെങ്കിൽ ഇത് ഉണ്ടാക്കാനും കൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ അത് ഒന്ന് ഉപയോഗിച്ചാൽ മതി. നേരെ മറിച്ചിട്ട് ഇതിന് പലതിനും പല ഉപയോഗം ആയതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. നമുക്ക് പ്ലെയിൻ മിറർ നമ്മൾ ഉപയോഗിക്കുക കാര്യമായിട്ട് ഡ്രസ്സിംഗ് മിററുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്.
നിങ്ങളൊക്കെ വീടുകളിൽ നമ്മുടെ റൂമിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിനിങ്ങോ നോക്കാൻ വേണ്ടി, ഒന്ന് ലുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിററില്ലേ, അത് ഡ്രസ്സിംഗ് മിററാണ്. അത് പ്ലെയിനാ, അത് വളഞ്ഞിട്ടോ തിരിഞ്ഞിട്ടോ ഒന്നുമല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള മിററാണ്. അതേപോലെ പെരിസ്കോപ്പിനകത്ത് ഉപയോഗിക്കാറുണ്ട്. പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഒരു പുറത്ത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ മിലിറ്ററിക്കാരൊക്കെ ഇത് യൂസ് ചെയ്യും, ആർമിയിലൊക്കെ ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മളെ ഒരു ജനലാണെന്ന് വിചാരിക്കാം, ആ ഭാഗത്ത് അപ്പുറത്ത് ഒരു ശത്രുവായിട്ടുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇയാളെ നമുക്ക് കാണണം അല്ലെ, പക്ഷെ നേരിട്ട് നോക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും, ഇതുപോലെ ഈ പെരിസ്കോപ്പ് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, അപ്പൊ നമുക്ക് അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെ കാലിഡോസ്കോപ്പ്, ഇതിനകത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത് യൂസ് ചെയ്യാറുണ്ട് മിറർ. അപ്പൊ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി, എന്താണെന്ന് ചോദിക്കില്ല. അപ്പൊ ആ പേരുകൾ ഓർത്ത് വെക്കുക, 1, 2, 3 എക്സാമ്പിൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് കോൺകേവ് മിറർ. കോൺകേവ് മിററിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു മിററാണ് ആര്, കോൺകേവ് മിറർ. ഓക്കെ, അതിൽ ആദ്യത്തെ ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യും. ഈ സലൂണുകളിലൊക്കെ നമ്മൾ ഷേവിംഗ് മിറർ അല്ലെങ്കിൽ മേക്കപ്പ് മിറർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഡ്രസ്സിംഗ് മിറർ എന്ന് പറയേണ്ട, ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഷേവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ ഉള്ള പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വലുതായിട്ട് കാണും, മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് വലുതായിട്ട് കാണണ്ടേ, അങ്ങനെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോൺകേവ് മിററിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, മറ്റൊന്ന് വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റിൽ ഇത് യൂസ് ചെയ്യും. ഈ കോൺകേവ് മിററിന് ലൈറ്റിനെ കൺവേർട്ട് ചെയ്യാനുള്ള, കൂട്ടിച്ചേർത്ത് വലിയൊരു ലൈറ്റ് ആക്കി മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റിൽ നല്ല ശക്തിയുള്ള ഒരു ലൈറ്റ് ആയിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആര് യൂസ് ചെയ്യും, കോൺകേവ് മിറർ യൂസ് ചെയ്യാറുണ്ട്. മറ്റൊന്ന് സോളാർ കുക്കറാണ്. സോളാർ കുക്കറിനകത്ത് യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ സോളാർ കുക്കർ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ താപം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയാണ്. അപ്പോ നല്ല ശക്തി, നമുക്കറിയാം നമ്മൾ സൂര്യന്റെ താപം കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു പരിധിയുണ്ട്. അപ്പൊ അതിനെ ഒരു കുറെ ഭാഗത്തു നിന്നുള്ള സൂര്യന്റെ ലൈറ്റ് ഒന്നിച്ചെടുത്തിട്ട് അത് കൂട്ടിച്ചേർത്ത് വലിയൊരു താപമാക്കി മാറ്റണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ സോളാർ കുക്കറിൽ കോൺകേവ് മിറർ യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെയൊക്കെ അപ്ലിക്കേഷനിലേക്ക് നമ്മൾ അതിന്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. എന്നിരുന്നാലും ഇപ്പൊ നമ്മൾ പേര് പഠിച്ചു പോവാണ്. ഷേവിംഗ് മിറർ ആയിട്ട്, വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റ് ആയിട്ട്, സോളാർ കുക്കർ ആയിട്ട്, മറ്റൊന്നാണ് ഡെന്റിസ്റ്റ് മിറർ ആയിട്ട് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പല്ലിനകത്തൊക്കെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് വലുതായിട്ട് കാണണം നോക്കിക്കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ നമ്മളെ വായിലേക്ക് ഒരു സ്പൂണ് പോലത്തെ ഒരു മിറർ എന്ത് ചെയ്യാറുണ്ട്, ഡെന്റിസ്റ്റ് ഇറക്കാറുണ്ട്. അത് എന്ത് മിററാണ്, നമ്മുടെ കോൺകേവ് മിററാണ്. മുമ്പ് ഒരു തവണ കേട്ടക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഡെന്റിസ്റ്റ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് മിറർ ആണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്, ഡെന്റിസ്റ്റ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. ദെൻ അടുത്തതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കോൺവെക്സ് മിറർ എന്ന് പറയാം അല്ലെ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന മിറർ. അതിന് ഒരുപാട് അപ്ലിക്കേഷൻ ഒന്നുമില്ല, അതിലാകെ ഒരേ ഒരു ഇമേജ് ഫോർമേഷൻ മാത്രമേ ഉള്ളൂ. അതിൽ പെട്ടൊന്നാണ് വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത്. റിയർ വ്യൂ മിറർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്ന മിറർ അല്ല കേട്ടോ, സൈഡിലുള്ള, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലുള്ള, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു മിറർ ഇല്ലേ, ആ സൈഡ് മിററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിയർ വ്യൂ മിറർ എന്ന് വിളിക്കുക. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്ത് ചെറിയ കോൺവെക്സ് മിറർ ആണ് ഉപയോഗിക്കുക, കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുക. എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കാറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്കൊരു മിറർ കാണാം, ഈ ഭാഗത്തായിട്ടൊരു മിറർ കാണാം അല്ലെ, അവിടെ നോക്കുക, അത് സമതല ദർപ്പണമാണ്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലുള്ള വെഹിക്കിൾസ് ഒക്കെ തൊട്ടടുത്തുള്ള പോലെ തന്നെ കാണും, ശരിക്കുള്ള പോലെ കാണും. നേരെ മറിച്ച് തൊട്ടിപ്പുറത്ത് നമ്മൾ റിയർ വ്യൂ മിററിലേക്ക് നോക്കുന്ന സമയത്ത് ബാക്കിൽ കുറച്ച് ചെറുതായിട്ടാണ് കാണും. ആ ബാക്കിലുള്ള വെഹിക്കിൾ എന്താണോ അത് ചെറുതായിട്ടാണ് കാണും. ചെറുതായിട്ട് കാണുമ്പോൾ ബാക്കിലുള്ള കുറെ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മിററിൽ കാണാൻ പറ്റും. അപ്പൊ വിശാലമായിട്ടുള്ള ഒരു ഫീൽഡ് വ്യൂ ആർക്ക് തരാൻ പറ്റും, വലിയൊരു ഫീൽഡ് വ്യൂ ആർക്ക് തരാൻ പറ്റും, നമ്മളെ കോൺവെക്സ് മിററിന് തരാൻ പറ്റും. അപ്പൊ ഫീൽഡ് വ്യൂ ഉള്ളത് കൊണ്ടാണ് ഫീൽഡ് വ്യൂ എന്ന് പറയും. ഫീൽഡ് വ്യൂ, ആ ഫീൽഡ് വ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് ബാക്കിൽ ഒരുപാട് കാണാൻ പറ്റുമല്ലോ, അതന്നെ അതിന് പ്രത്യേകത. അപ്പൊ അങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ കോൺവെക്സ് മിറർ ആണ് ഇവിടെ യൂസ് ചെയ്യുക, ഈ വാഹനങ്ങളിൽ റിയർ മിറർ ആയിട്ട് യൂസ് ചെയ്യുക. അതേപോലെ റോഡ് സൈഡിലൊക്കെ കാണാം, റോഡ് സൈഡിൽ ബെൻഡിങ് വളവൊക്കെ വരുന്ന സമയത്ത് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഒരു മിറർ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പൊ സേഫ്റ്റി മിറർ ആയിട്ട് കടകളിലും അതുപോലെ തന്നെ റോഡ് സൈഡിലും ഒക്കെ വെക്കുന്നത് എന്ത് മിററാണ്, ഈ കോൺവെക്സ് മിറർ ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. കാര്യമായിട്ട് ആ രണ്ട് അപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്, സേഫ്റ്റി മിറർ ആയിട്ടും അതുപോലെ തന്നെ വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ടും. ഇതിന്റെ രണ്ടിനെയും കാരണം എന്താ വെച്ചാൽ അതിന് വലിയ ഫീൽഡ് വ്യൂ ഉണ്ട്, ലാർജ് ഫീൽഡ് വ്യൂ, വലിയ ഒരു ഏരിയ നമുക്ക് അതിലൂടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ബാക്കിൽ എന്താന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ്, ഇനി നമ്മൾ അടുത്തത് കടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമുക്ക് ഇനി പഠിക്കാനുള്ളത് പ്ലെയിൻ മിറർ ആണ്. ഇതിന്റെ സ്പെല്ലിംഗ് ചെറിയ പ്രശ്നമുണ്ട്. പ്ലെയിൻ മിറർ ആണ് കേട്ടോ, പ്ലെയിൻ മിറർ എന്താണ്, അതിനകത്ത് ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്.
പ്ലെയിൻ മിറർ നമ്മൾ രാവിലെ നോക്കുന്ന കണ്ണാടി തന്നെ പ്ലെയിൻ മിറർ, വേറെ ഒന്നും ആലോചിക്കാനില്ല. രാവിലെ പോയിട്ട് ഞാൻ നോക്കി ഒരു കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് വളരെ സുന്ദരനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു മിററിന്റെ മുമ്പിലായിട്ട് പോയി നിൽക്കുന്നു. രാവിലെ തന്നെ ഒരുങ്ങി പോയി നിൽക്കുകയാണ്, കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഇമേജ് കാണാൻ പറ്റില്ലേ, നമ്മൾ സ്ഥിരം നോക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കി, അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ കാണാം, ആദ്യം ഇവിടെ നിൽക്കുന്ന എന്റെ ഹൈറ്റ് h ആണെന്ന് വിചാരിക്കാം. ഈ നോക്കുന്ന എന്റെ ഹൈറ്റ് h ആണെങ്കിൽ മിററിൽ കാണുന്നത് എന്റെ ഫുൾ സൈസ് കാണുന്ന മിററാണ്, എന്റെ ഫുൾ സൈസ് കാണുന്ന മിററാണ്. അപ്പോ എന്റെ h എന്ന് എനിക്ക് അവിടെ കാണാൻ പറ്റും. അതേ ഹൈറ്റ് ഉള്ള എന്റെ ഇമേജിന് എനിക്ക് കാണാൻ പറ്റും. എന്റെ ഒരു ഡിറ്റോ കോപ്പി എനിക്ക് അവിടെ കാണാൻ പറ്റും, അല്ലെ? ഞാൻ എന്താണോ അതുപോലെ എനിക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് എന്റെ പ്രത്യേകത. ഈ നോക്ക്, ഇതാണ് മിറർ. ഇപ്പൊ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതാണ് മിറർ, ഈ നിൽക്കുന്നതാണ് ഞാൻ മിററിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? അടുത്ത കാര്യമാണ്, ഞാൻ മിററിന് അടുത്തേക്ക് പോകുമ്പോ എന്റെ ഇമേജ് അങ്ങോട്ട് പോവാണോ ചെയ്യുക? അല്ല, എന്റെ ഇമേജ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ഞാൻ മിററിന്റെ അടുത്തേക്ക് പോകുമ്പോ ഇമേജ് എന്ത് ചെയ്യും? എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും, അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ഞാനും മിററും തമ്മിലൊരു ദൂരമുണ്ട്, അതാണ് d. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും, വസ്തുവും പ്രതലവുമായിട്ടുള്ള ദൂരം. ഇതാണ് പ്രതിബിംബവും പ്രതലവുമായിട്ടുള്ള ദൂരം, അതും d തന്നെ. ഈ രണ്ട് d എന്തായിരിക്കും? അതായത് വസ്തുവിന് പ്രതലത്തിലേക്കുള്ള ദൂരവും പ്രതലത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും എന്താണ്? സെയിം. രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി പറഞ്ഞു. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ? ഹൈറ്റ് സെയിം ആണ്, അല്ലെ? ഞാൻ കണ്ണാടി മുമ്പിൽ നിന്ന് എന്റെ ഹൈറ്റ് മാറുന്നില്ല. ഞാൻ ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ആ ചെയറിൽ ഇരിക്കുന്ന എന്റെ ഹൈറ്റാണ് എനിക്ക് കാണാൻ പറ്റുക. ഞാനൊരു ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ ആ ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കുന്ന എന്റെ ഇമേജിന്റെ ഹൈറ്റാണ് എനിക്ക് കാണാൻ പറ്റുക, റൈറ്റ്? അപ്പൊ h എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്റെ അതേ സൈസ് എനിക്ക് അവിടെ കാണാൻ പറ്റും. ഡിസ്റ്റൻസ് മാറുമോ? ഇല്ല. ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു കൺഫ്യൂഷനും വേണ്ട. പിന്നെ എന്താ പ്രത്യേകത? ശരിക്കുള്ള ഇമേജ് ആണോ ഞാൻ കാണുന്നത്? അതാണ് അടുത്ത ചോദ്യം. രണ്ട് തരം ഇമേജ് ഉണ്ട്, ഓക്കെ? രണ്ട് തരം ഇമേജ് ഉണ്ട്. ഏതൊക്കെയാ രണ്ട് തരം ഇമേജ് എന്ന് അറിയോ? ഒന്ന് റിയൽ ഇമേജ് എന്ന് പറയും. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാല് യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആണ്. അല്ല, യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് മിററിനകത്ത് കയറി ശരിക്കും പോയി കൂട്ടിമുട്ടിയിരുന്നുവെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആയ. പക്ഷെ നമ്മൾ മിററിനകത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അല്ലെ? നിങ്ങൾ മിററിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ ലൈറ്റ്, ഇപ്പൊ എന്റെ മേലിൽ നിന്ന് വരുന്ന ലൈറ്റാ, ഈ ലൈറ്റിന് ഇവിടെ വരെ പോവാം. ഇവിടെ മിറർ അത് ബ്ലോക്ക് ചെയ്തു, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, തട്ടി തിരിച്ച് ഇങ്ങോട്ടാ വരാം, അല്ലെ? ഈ ലൈറ്റിന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, തിരിച്ച് ഇങ്ങോട്ടാ വരാം. അപ്പൊ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ശരിക്കും ലൈറ്റ് ഉള്ളിൽ കയറുന്നില്ല. അപ്പൊ നമ്മുടെ തോന്നലാകും ഉള്ളിൽ കയറിയ പോലെ. അപ്പോ അവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറയുന്നത് യഥാർത്ഥമായ ഇമേജ് ആണോ? അല്ല. അങ്ങനെ ഉണ്ടാവുന്ന ഇമേജ് നമ്മൾ ഇംഗ്ലീഷിൽ വിർച്വൽ ഇമേജ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള പ്രതിബിംബം അല്ല, പിന്നെ എന്ത് പ്രതിബിംബമാണ്? വിർച്വൽ ആയിട്ടുള്ള, മിഥ്യയായിട്ടുള്ള പ്രതിബിംബമാണ്. എന്റെ മലയാളം ആട്ടോ, മിഥ്യാപ്രതിബിംബം. ഓക്കെ? അപ്പൊ പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിന്റെ പ്രത്യേകത എന്താണ്? അത് റിയൽ ഇമേജ് അല്ല, ഇത് മിഥ്യയായിട്ടുള്ള, വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണെന്ന് ഓർത്ത് വെക്കുക. മറ്റൊന്ന്, നമ്മൾ ചില മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തല കുത്തനെ കാണാൻ പറ്റും. ചില മിററിൽ നോക്കിയാൽ നമ്മളെ തല കുത്തനെയായിട്ട് നമ്മളെ കാണാൻ പറ്റും. എന്നാൽ പ്ലെയിൻ മിററിൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും തല നിവർന്നതായിട്ടല്ലേ കാണാൻ പറ്റുക. അപ്പൊ വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ്. അപ്പോ അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയാ? ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നത്. തല കീഴായിട്ടുള്ള ഇമേജ് ഉണ്ടാവാറുണ്ട്, നമ്മൾ ഇൻവേർട്ടഡ് ഇമേജ് എന്നാണ് പറയാം. ഓക്കെ? അപ്പൊ പ്ലെയിൻ മിററിന്റെ കേസിൽ എന്തായാലും പേടിക്കണ്ട, എന്ത് ഇമേജ് ആണ്? ഇറക്റ്റ് ഇമേജ് ആണ്. അതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, അതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. വിർച്വൽ ആണെങ്കിൽ അത് ഇറക്റ്റ് ആയിരിക്കും, മിഥ്യാപ്രതിബിംബം ആണെങ്കിൽ അത് നിവർന്നതായിരിക്കും. ഇനി റിയൽ ഇമേജ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും. നമുക്ക് ഇമേജ് ഫോർമേഷൻ പറയുമ്പോൾ ഈ ഇൻവേർട്ടഡ് ഇമേജിനെ പറ്റിയൊക്കെ സംസാരിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും സംസാരിക്കുക. ഇപ്പൊ എന്തായാലും അതിലേക്ക് എത്തുന്നില്ല നമ്മള്. വിർച്വൽ അതുപോലെ തന്നെ റിയൽ. അപ്പൊ വിർച്വൽ ആണോ കൂടെ ഫ്രീ കിട്ടും ആര്? ഇറക്റ്റ്. റിയൽ ആണോ കൂടെ ആര് ഫ്രീ കിട്ടും? ഇൻവേർട്ടഡ്. ഓർത്ത് വെച്ചാൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ? അപ്പൊ ഇതാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ഇപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഹായ് എന്ന് പറഞ്ഞ് റൈറ്റ് ഹാൻഡ് പൊക്കി, അപ്പൊ നമുക്ക് തോന്നുന്നത് എന്താ? ലെഫ്റ്റ് ഹാൻഡ് ഇതേപോലെ പൊക്കുന്ന പോലെ തോന്നും, അല്ലെ? നേരെ റിവേഴ്സ് ആവും. മിറർ ഇമേജ് തന്നെ പറയും. ഇപ്പം ഫോണിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ, സെൽഫി ഒക്കെ എടുക്കുമ്പോൾ മിറർ ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെയുണ്ട്. നമുക്ക് നമ്മളെ നേരെ കാണണോ അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന പോലെ കാണണോ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെയുണ്ട്. ഓക്കെ? എന്തായാലും അപ്പോ അങ്ങനെ നേരെ തല തിരിഞ്ഞ് കാണൂലേ, അത് നമ്മൾ പറയുന്നത് നേരെ ഇൻവേർട്ടർ ആയിട്ട് കാണാന്നുള്ളതല്ല കേട്ടോ, ഇത് നേരെ റിവേഴ്സ് ആവുക. അതിന് പറയുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ.
ലാറ്ററൽ ഇൻവേർഷൻ. പാർശ്വിക വിപര്യം എന്ന് പറയും. പാർശ്വിക വിപര്യം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഇത്രയും. അപ്പൊ ഈ 5 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ആർക്കുള്ളത്? പ്ലെയിൻ മിററിന്റെ ഇമേജ് ഫോർമേഷനിൽ വരുന്നത്. അപ്പൊ നോക്കിക്കോളൂ, കണ്ണാടിയിലെ പ്രതിബിംബ രൂപീകരണത്തിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില് പ്രതിബിംബം കണ്ണാടിക്ക് പിന്നിൽ ഉണ്ടാവുന്ന തന്നെയാട്ടോ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ 6 എണ്ണമായിട്ടാണ് കാണാൻ പറ്റുക. അല്ല, ഈ 5 എണ്ണമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതും അതിന്റെ കൂടെ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കണ്ണാടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, അല്ലാതെ പുറത്തേക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. യെസ്, അപ്പൊ ഇതാണ് പ്ലെയിൻ മിററിന്റെ ഇമേജ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഒന്നിലധികം ഇമേജ് ഉണ്ടാവുന്ന കേസ് ഉണ്ടാവും. ഒരു കണ്ണാടിയിൽ നമുക്ക് 2 കാണാൻ പറ്റും. നമ്മളെ ഒരു മിററിനകത്ത് നമുക്ക് 2 ഇമേജ് ഫോം ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നമ്മള് ഈ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ട്രയൽ റൂമിൽ കയറും. ട്രയൽ റൂമിൽ കയറുമ്പോൾ അവിടെ 2 സൈഡിൽ ഒരു സൈഡിൽ ഡോർ ആയിരിക്കും, ഒരു സൈഡിൽ നമ്മൾ ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള സ്ഥലമായിരിക്കും, ബാക്കി 2 സൈഡിലും മിറർ ആയിരിക്കും അല്ലെ. അവിടെ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മിററിൽ നമ്മളെ കാണാം, നേരെയുള്ള മിററിൽ നമ്മളെ കാണാം, അതിന്റെ ഇടയിൽ നമ്മളെ കാണാൻ പറ്റും അല്ലെ. അത് നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. ഇനി ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ മൾട്ടിപ്പിൾ ഇമേജ് ഫോം ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ 2 മിറർ മതി. 2 മിറർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇമേജ്. വേറെ എക്സാമ്പിൾ വരുമ്പോൾ കുറച്ചുകൂടി കത്തും. ജെൻസ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മൾ ഇപ്പോഴുള്ള സലൂണുകളിലൊന്നും കാണാറില്ല. പണ്ടൊക്കെ ഈ മുടി വെട്ടുന്ന ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ബാർബർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ, സലൂണിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടില് മിറർ ഉണ്ടാവും, അതേപോലെ ബാക്കിൽ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാണാൻ പറ്റും. ഒരുപാട് നമ്മളെ കാണാൻ പറ്റും. മൾട്ടിപ്പിൾ ഇമേജ് കാണാൻ പറ്റും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജ് നമ്മളെ കാണാൻ പറ്റും. 2 മിററേ ഉള്ളൂ, ഇത്ര ഇമേജ് കാണാൻ പറ്റും. അപ്പോ മിററുകളെ ചില പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ പല ഇമേജുകളായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ബോൾ ഉണ്ട് എന്റെ കയ്യിൽ. ഇതാ ഒരു ബോൾ കാണാം. ആ ബോൾ ഞാൻ 2 കണ്ണാടികൾ ഇതുപോലെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. 2 ഇതുപോലത്തെ മിറർ കാണാം. ഇതൊരു മിററാണ്, മിറർ 1 ആണ്, ഇത് മിറർ 2 ആണ്. ഈ 2 മിററിലായിട്ട് നിങ്ങൾ വെക്കുമ്പോ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ? അവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജ് കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. ഇനി ആ മിറർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോ അതിനിടയിൽ ഇമേജിന്റെ എണ്ണം മാറി വരും. ഇതിനെ നമ്മൾ വിളിക്കുക മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നാണ്. 2 കണ്ണാടികൾ ഉപയോഗിക്കുമ്പോൾ പല പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ പല പ്രതിഫലനം, അല്ലെങ്കിൽ പല പ്രതിഫലനം എന്ന് പറയാറുണ്ട്, പലതരത്തിലുള്ള പ്രതിഫലനം എന്ന് പറയാറുണ്ട്. റൈറ്റ്. അപ്പൊ ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എത്ര ഇമേജ് വരെ കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. നോക്കിയേ, അത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രതിബിംബത്തിന്റെ എണ്ണം നോക്കണേ. പ്രതിബിംബത്തിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു സമവാക്യം ഉപയോഗിക്കാം. നോക്കിക്കോളൂ, പ്രതിബിംബത്തിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു സമവാക്യം n എന്നാണ് പറയാം. n ആണ് പ്രതിബിംബത്തിന്റെ എണ്ണത്തിന്റെ സമവാക്യം. n ഈക്വൽ ടു 360, 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫുൾ റൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 360 ഡിഗ്രി എന്ന് പറയുക. ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1. അവിടെ തീറ്റ എന്ന് പറയുന്നത് കണ്ണാടികൾക്കിടയിലുള്ള, ദർപ്പണങ്ങൾക്കിടയിലുള്ള ആംഗിൾ ആണ്. കണ്ണാടികൾക്കിടയിലുള്ള അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ഞാൻ പറയാണ്, എന്റെ കണ്ണാടി, ഞാൻ 2 കണ്ണാടി എന്റെ കയ്യിലുണ്ട്. ഇതൊരു കണ്ണാടിയാണ്, ഒരു മിററാണ്, ഒരു ദർപ്പണമാണ്, വേറൊരു ദർപ്പണം ഉണ്ട്, അതും ഞാൻ ഇതിനോട് ചേർത്ത് ഇങ്ങനെ വെച്ചു. അപ്പൊ ഈ 2 കണ്ണാടികൾക്കിടയിലുള്ള ആംഗിൾ എത്രയാ? 180 ഡിഗ്രി അല്ലെ? 2 കണ്ണാടികൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നേരെയല്ലേ വെച്ചത്, അപ്പൊ 180 ഡിഗ്രിയാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പ്രതിബിംബത്തിന്റെ എണ്ണം കണ്ടുപിടിക്കാം. എങ്ങനെ? n ഈക്വൽ ടു 360 ബൈ 180 മൈനസ് 1 എന്ന് വെച്ചാൽ 360 ബൈ 180 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രതിബിംബേ കിട്ടുള്ളൂ. അപ്പൊ 2 കണ്ണാടി ഉണ്ട്, പക്ഷെ ഒന്നേ കിട്ടിയിട്ടുള്ളൂ അല്ലെ? 2 കണ്ണാടി ഉണ്ട്, നിങ്ങൾക്ക് ആകെ ഒരേ ഒരു ഇമേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. 2 കണ്ണാടി ഇങ്ങനെ ചേർത്ത് വെച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാം, മിറർ ഇങ്ങനെ നേരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. മറ്റൊന്ന് രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ ഇതിലേക്ക് വരാം. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ 2 കണ്ണാടികൾ ഇതുപോലെ വെച്ചു, ഒന്നിങ്ങനെ. ഇനി ഞാൻ പറയാണ് ഇവർക്കിടയിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്, 120 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ നോക്കി, n ഈക്വൽ ടു എന്താ വരിക? 360 ബൈ 120 മൈനസ് 1 അല്ലെ?
അപ്പൊ നോക്ക് 360/260 3 3 മൈനസ് 1 ആൻസർ 2. ശരിയല്ലേ? ഇനി അടുത്ത വീണ്ടും മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോ ഈ ആംഗിൾ തന്നെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആംഗിളുകൾ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അടുത്ത കേസിലേക്ക് വന്നപ്പോ രണ്ട് കണ്ണാടികൾ തമ്മിൽ ഞാൻ എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ ആക്കി 90 ഡിഗ്രിയിൽ വെച്ചു. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഈ ഡ്രസ്സിംഗ് റൂമിലൊക്കെ പോയി കഴിഞ്ഞാലേ, മാളുകളിലൊക്കെ ഡ്രസ്സിംഗ് റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ, ട്രയൽ റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മിറർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേപോലെ 90 ഡിഗ്രിയിലാണ്. രണ്ട് ചുമരിലായിട്ട് 90 ഡിഗ്രിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എത്ര ഇമേജ് കിട്ടുന്ന അറിയാം? n ഈക്വൽ ടു എത്ര വരിക? 360/90 മൈനസ് 1 4 മൈനസ് 1 ആൻസർ 3 ഇമേജ്. അപ്പൊ നമുക്ക് ഡ്രസ്സിംഗ് റൂമിൽ നമ്മൾ എത്ര ഇമേജ് കാണാൻ പറ്റും? രണ്ട് കണ്ണാടിയുള്ളൂ, പക്ഷെ 3 ഇമേജ് കാണാൻ പറ്റും. റെഡി? ഇനി അടുത്തത് നാലാമത്തെ ഒരു കേസ് ആയിട്ട് നമുക്ക് പറയാം. നാലാമത്തെ ഒരു കേസ് ആയിട്ട് പറയാം. ഫോർത്ത് കേസ് ആയിട്ട് തീറ്റയുടെ വാല്യൂ ഞാൻ 72 ഡിഗ്രി ആക്കി. ഇവർക്കിടയുള്ള ആംഗിൾ 72 ഡിഗ്രി. രണ്ട് മിററുകൾ അവർക്കിടയുള്ള ആംഗിൾ 72 ഡിഗ്രിയാണ്. 72 ഡിഗ്രി ഒരു ഇമ്പോർട്ടന്റ് ആംഗിൾ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. n ഈക്വൽ ടു 360/72 മൈനസ് 1 അല്ലെ? 360/72 എന്ന് പറയുമ്പോൾ 5 മൈനസ് 1 ആൻസർ 4 ഇമേജ് നിങ്ങൾക്ക് കിട്ടും 72 ഡിഗ്രി ആക്കുന്ന സമയത്ത്. എളുപ്പല്ലേ? റെഡി? ദെൻ അടുത്തത് അഞ്ചാമത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 60 ഡിഗ്രി ആക്കാം. രണ്ട് മിററുകൾ ഇവർക്കിടയുള്ള ആംഗിൾ 60 ഡിഗ്രി, 60 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പൊ n ഈക്വൽ ടു 360/60 മൈനസ് 1 എത്ര ഇമേജ് കിട്ടും? 6 മൈനസ് 1 നിങ്ങൾക്ക് 5 ഇമേജ് കിട്ടും. അതേപോലെ ആറാമത്തെ ഒരു കേസും കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിനിടയിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആക്കി. 45 ഡിഗ്രി ആക്കി. അപ്പൊ n ഈക്വൽ ടു എത്ര വരിക? 360/45 മൈനസ് 1. 360/45 എന്ന് പറയുമ്പോൾ 9 അല്ലെ? 8 മൈനസ് 1 7 ഇമേജ് കിട്ടും. 6 അല്ല 7 ഇമേജ് കിട്ടും. അതേപോലെ ഏഴാമത്തെ ഒരു കേസും കൂടി പറയാൻ നോക്കുകയാണെങ്കിൽ 30 ഡിഗ്രിയാണ് ഏറ്റവും കുറഞ്ഞ ആംഗിൾ. 30 ഡിഗ്രി, 30 ഡിഗ്രിയാണ് നിങ്ങളതെങ്കിൽ n ഈക്വൽ ടു രണ്ട് മിററുകൾ തമ്മിൽ 30 ഡിഗ്രിയാണ്. n ഈക്വൽ ടു 360/30 മൈനസ് 1 എത്ര വരാം? 360/30 എന്ന് പറയുമ്പോൾ 12 അല്ലെ? 12 1 പോയാൽ 11 ഇമേജ് കിട്ടും. അപ്പൊ ഈ ആംഗിളും ഇമേജും എല്ലാ സമയവും നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്തെടുക്കുന്നത് ചിലപ്പോൾ തെറ്റാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ആംഗിൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഒന്ന് തീറ്റയും എന്നും തമ്മിലുള്ള ഒരു ടേബിൾ ആയിട്ട് നമുക്ക് പറയാം. ആദ്യം നമുക്ക് എത്ര ആംഗിളാ? 180 ഡിഗ്രി, 180 ഡിഗ്രി. എത്ര ഇമേജ് കിട്ടി? ഒരു ഇമേജേ ഉള്ളൂ. 120 ഡിഗ്രി ആയപ്പോൾ നമുക്ക് 2 ഇമേജ് കിട്ടുന്നുണ്ട്. 90 ഡിഗ്രി ആയപ്പോ നമുക്ക് 3 ഇമേജ് കിട്ടുന്നുണ്ട് അല്ലെ? ദെൻ 72 ഡിഗ്രി ആയപ്പോ നമുക്ക് 5 ഇമേജ് കിട്ടുന്നുണ്ട്. യെസ്. ദെൻ അടുത്തത് 72 ഡിഗ്രിയിൽ നമുക്ക് 4 ഇമേജ് അല്ലേ കിട്ടിയത്? സോറി, 4 ഇമേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ 4 ഇമേജ് കിട്ടുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയിൽ നമുക്ക് എത്ര ഇമേജാണ് കിട്ടിയത്? 45 ഡിഗ്രിയിൽ നമുക്ക് 7 ഇമേജ് കിട്ടുന്നുണ്ട്. 60 ഡിഗ്രി എടുക്ക് പറഞ്ഞല്ലോ അല്ലെ? 60 ഡിഗ്രിയിൽ നമുക്ക് 7 ഇമേജ് അല്ലേ കിട്ടിയത്? 60 ഡിഗ്രിയിൽ 5 ഇമേജ്, 60 ഡിഗ്രിയിൽ നമുക്ക് 5 ഇമേജ്. ദെൻ 45 ഡിഗ്രിയിൽ നമുക്ക് 7 ഇമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 30 ഡിഗ്രി ആയ സമയത്ത് നമുക്ക് അവിടെ 11 ഇമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്ന നല്ലതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ചോദിക്കും. ഇതിൽ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ആംഗിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. സ്പെഷ്യൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്, അതും കൂടി നമുക്ക് ഇവിടെ ഒന്ന് പറയാം. വേറെ കളറിലായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോ ആംഗിളിന്റെ വാല്യൂ, തീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് തരുവാണ് 360 ഡിഗ്രിയാണ്. വേണ്ട, 0 ഡിഗ്രിയാണ്. പോട്ടെ, 360 അല്ല, 0 ഡിഗ്രി ആയിട്ട് എടുക്കാം. തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രിയാണ്. തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും വരിക? 360/0 എന്ന് എഴുതണം അല്ലെ? -1. 360 ഏതൊരു സംഖ്യനെ കൊണ്ട് നമ്മൾ 0 ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുക ഇൻഫിനിറ്റി, അനന്തത എന്നാണ്. ഒരുപാട് ഇൻഫിനിറ്റ് ഇമേജ് ഉണ്ടാവും. അപ്പൊ 0 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജ് കിട്ടും. അതാണ് നമ്മൾ ഈ
എന്താ പറയാ ബാർബർ ഷോപ്പിലൊക്കെ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മൾ ബാർബർ ഷോപ്പിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇമേജ് കാണാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ, അതിന് കാരണം ഈ പരിപാടിയാണ്. 0 ഡിഗ്രിയിലാണ് അവിടെ മിററിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 മിററുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കല്ലേ, അപ്പൊ ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ 0 ഡിഗ്രി അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഇതുപോലെ ഇതൊരു മിറർ, ഇതൊരു മിറർ, ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി. 0 ഡിഗ്രി ആവുന്ന സമയത്ത് എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആംഗിൾ കുറയും തോറും എന്നിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. തീറ്റയുടെ വാല്യൂ കുറയും തോറും, എന്താ പറഞ്ഞ, തീറ്റയുടെ വാല്യൂ കുറയും തോറും, ആംഗിളിന്റെ വാല്യൂ കുറയും തോറും എന്നിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഇപ്പൊ 2 ദർപ്പണങ്ങൾക്കിടയിലുള്ള ഇമേജ് ആംഗിള്, കോണുകളുടെ അളവ് കുറയും തോറും ഇമേജിന്റെ അവിടെ ഉണ്ടാവുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുകയാണ് ചെയ്യും. അത് ഓർത്തു വെച്ചാൽ മതി. ഈ രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ തിയറി പാർട്ട് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു രണ്ടാമത്തെ പാർട്ട് നമുക്ക് വരുന്നുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പറയും. അതിന് മുന്നേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ ഭാഗത്തു നിന്നൊക്കെ മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ചോദ്യം നമ്പർ 1, പ്രകാശത്തിന്റെ പ്രതിഫലന നിയമം എന്താണ്? നമ്മൾ നേരത്തെ അടിവരയിട്ട് പറഞ്ഞു പഠിച്ചതാണ്. നിങ്ങൾ ആ ഓപ്ഷൻ കാണുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഈ ആപതന കോണം എന്ന് പറയാല് പതന കോണം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പതന കോണും പ്രതിഫലന കോണും ഈക്വൽ ആണ്. ശരിയോ തെറ്റോ? അല്ലെ, നമ്മൾ പറഞ്ഞു പഠിച്ചതല്ലേ I = R ആണ് അല്ലെ. അപ്പൊ ഈ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ എന്താണ്? ഇവിടെ ശരിയാണ്. ഇവിടെ നമുക്ക് പതന കോണം എന്ന് പറയുന്നത് പ്രതിഫലന കോണിനേക്കാൾ കൂടുതലാണ്. ശരിയാണോ? അല്ല, തെറ്റാ. ഇവിടെ ആപതന കോണം എന്ന് പറയുന്നത് പ്രതിഫലന കോണിനേക്കാൾ ചെറുതാണെന്ന് അങ്ങനെ ആരോപണം. അപ്പൊ അതും തെറ്റാണ്. ഇവയൊന്നും, ഇപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവയൊന്നും അല്ല എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കണ്ട. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സമതല കണ്ണാടിയിൽ രൂപപ്പെടുന്ന പ്രതിച്ഛായയുടെ ഗുണമേത്? നമ്മൾ അഞ്ച് ഗുണം നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് യഥാർത്ഥമായ പ്രതിച്ഛായ എന്ന് വെച്ചാൽ റിയൽ ഇമേജ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കണ്ണാടിയിൽ ഉള്ളിലല്ല ഇമേജ് ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് ഇമേജാ? റിയൽ ആണോ? അല്ല, വിർച്വൽ ഇമേജാ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? റോങ് ആണ്. അടുത്തത് വലുതായ പ്രതിച്ഛായ. നമ്മൾ സമതലത്തിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ വലുതായിട്ട് കാണോ? വലിയ ആളായിട്ട് നമ്മളെ കാണോ? ഇല്ല, നമ്മളെ സെയിമാ. അപ്പൊ അതും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അടുത്തത് മറിച്ച പ്രതിച്ഛായ എന്ന് വെച്ചാൽ തല തിരിയായിട്ടാണ് കാണുന്നത്. നമ്മൾ തല തിരിച്ചാട്ട് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത്. ശരിയാണോ? അല്ല, തെറ്റാ. സമാന വലിപ്പമുള്ള നേരായ പ്രതിച്ഛായ, അത് കറക്റ്റ്. സെയിം അല്ലെ, നമ്മൾ നേരെ ഇറക്റ്റ് ആയിട്ടുള്ള പ്രതിച്ഛായയാണ് നമ്മൾ കാണുന്നത്. ശരിയാണ് അല്ലെ. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇങ്ങനെ ഓപ്ഷൻ നോക്കാം, ചിലതൊക്കെ നമുക്ക് സിമിലർ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസറിലേക്ക് സെലക്ട് ചെയ്യേണ്ടത്. അടുത്തതിലേക്ക് വരികയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം, പ്രകാശകിരണം കണ്ണാടിയിൽ പതിക്കുന്ന കോണിനെ എന്ത് പറയുന്നു? പ്രകാശകിരണം കണ്ണാടിയിൽ പതിക്കുന്ന കോണാണ്. പതിക്കുന്ന കോണിനെ വ്യതിചലന കോണം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ല. തിരിവ് കോണല്ല. പ്രതിഫലന കോണാണോ? അല്ല. പ്രതിഫലന കോണം എന്നാണ് തിരിച്ചു പോകുന്നതല്ലേ. അപ്പൊ ഓപ്ഷന് വരുന്ന ആപതന കോണം അല്ലെങ്കിൽ പതന കോണം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആപതനം എന്ന് പറയണമെന്നില്ല, പതന കോണം എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഓപ്ഷനിൽ ചെറിയത് വന്നതാണ്. പതന കോണം എന്നാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം അവിടെ കഴിഞ്ഞു. നാലാമത്തെ ക്വസ്റ്റിലേക്ക് വരികയാണ്. സമതല കണ്ണാടിയിൽ വസ്തുവും പ്രതിച്ഛായയും തമ്മിലുള്ള ദൂരം എങ്ങനെയായിരിക്കും? എന്താ പറഞ്ഞത്? ഞാൻ അടുത്തേക്ക് പോയാൽ എന്റെ ഇമേജ് എന്റെ അടുത്തേക്ക് വരും അല്ലെ. ഇവര് തമ്മിലുള്ള ദൂരം എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിൽ ഓപ്ഷൻ നോക്കിയേ, വസ്തുവിന്റെ ദൂരത്തിന്റെ പകുതിയാണോ? ഒരിക്കലും അല്ല. വസ്തുവിന്റെ ദൂരത്തിനോട് തുല്യം, അത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. അപ്പൊ സി കറക്റ്റ് ആണ്. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ദൂരത്തേക്കാൾ കൂടുതലാണോ? അല്ല. മാറ്റം വരുമോ? അതും ഇല്ല. ആകെ ഓപ്ഷൻ വരാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ സി അല്ലെ. ഇതിനടുത്തേക്ക് വരാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് ഉപരിതലത്തിനാണ് സ്ഥിര പ്രതിഫലനം റെഗുലർ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്? റെഗുലർ റിഫ്ലക്ഷൻ എന്നത് ഒരേപോലെ അല്ലെ, ഒരേപോലെയുള്ള റിഫ്ലക്ഷൻ ആണ് നടക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്ക്, അസമതലത്തില് എന്നുവെച്ചാൽ വേവി അല്ല, ഒരു ഓർഡർ ഇല്ലാത്ത സാധനം, അവിടെ റെഗുലർ ആണോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. പിന്നെയോ കരിങ്കടൽ, കരിങ്കല്ലായിരിക്കും ഉദ്ദേശിച്ചത്. കരിങ്കടൽ അല്ല, കരിങ്കല്ലാണ്. കരിങ്കൽ സാധാരണ ഒരു റഫ് ആയിട്ടൊരു കല്ലടം, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ അവിടെ നടക്കില്ല. പിന്നെ പൊടിയുള്ള ഉപരിതലം, റഫ് ആയിട്ടുള്ള പൊടിയുള്ള ഒരു ഉപരിതലാണെങ്കിൽ അവിടെ അത് പറ്റില്ല. മിനുസമുള്ള മിനുസമുള്ള ഉപരിതലം നമ്മൾ കണ്ണാടി പോലെയുള്ള ഉപരിതലത്തിൽ എന്ത് ചെയ്യും? നമ്മൾ റെഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, സ്ഥിരമായിട്ടുള്ള പ്രതിഫലനം നടക്കും, റെഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടക്കും. സുതാര്യമായിട്ടുള്ള പ്രതിഫലനം എന്ന് നമ്മൾ പറയാറുണ്ട്. സ്ഥിര പ്രതിഫലനം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മൾ റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം എന്ന് പറയുന്ന ഭാഗത്തെ ആദ്യത്തെ പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ഇത് ക്ലാസ് കണ്ട് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പൊ അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സൈനിങ് ഓഫ്. താങ്ക് യു.